ഇനി മേജർ ആക്സിഡന്റ് ആണെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്നും ചെയ്യരുത്, അവിടെ തന്നെ വെക്കുക, പോലീസിനെ വിളിക്കാം, അവർ പെട്ടെന്ന് വരും. എന്നിട്ട് ഇപ്പം അപകടങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹലോ എന്ത് വിശേഷങ്ങൾ, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വണ്ടി ആകുമ്പം ചിലപ്പം തട്ടും മുട്ടും, ചിലപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പം മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും. എങ്ങനെയാലും വണ്ടി ചെറുതായിട്ട് തട്ടി മുട്ടൊക്കെ ചെയ്യും. ചിലപ്പോൾ പാർക്കിംഗ് ഒക്കെ നമ്മൾ റിവേഴ്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ചെറുതായിട്ടൊക്കെ തട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ അബുദാബിയിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടത്, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്സിഡൻറ്റ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മൈനർ ആക്സിഡൻ്റ് ഉണ്ട്, അതേപോലെ മേജർ ആക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ മൈനർ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടി കാണാം. ഞാൻ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബഹളം കേട്ട് ഞാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്ന് മെയിൻ റോഡിലെ വണ്ടിയാണ്, ഒന്ന് പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ വണ്ടിയാണ്. ചെറിയ മൈനർ ആക്സിഡൻ്റ് ആണ്. അവർ ഫസ്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അവർ 999 വിളിച്ചു, സായദിനെ വിളിച്ചു. സായദ് അവരോട് പറയുന്നത് വണ്ടി സൈഡാക്കാനാണ്. അപ്പോൾ അവിടെ നമ്മൾ റോഡിൻ്റെ മുകളിൽ നിന്ന് വണ്ടി ഒരിക്കലും നിർത്തരുത്. അവരോട് പറഞ്ഞത് സൈഡിലേക്ക് വരികയെന്നാണ്. അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഒരു സേഫ് പ്ലേസ് പോയിട്ട് നിർത്തണം. അപ്പോൾ അവരോട് പിന്നിൽ വരാനാണ് പറഞ്ഞത്. ഇവിടെ എവിടെയും വണ്ടി നിർത്തരുത്, അവിടെ എവിടെയെങ്കിലും സേഫായി, കാരണം അത് മെയിൻ റോഡാണ്. ഇത് കണ്ടത് നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് വേഗം സൈഡാക്കുക, സേഫസ്റ്റ് പ്ലേസ് പോയിട്ട് സൈഡാക്കുക. അപ്പോൾ അതിലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരു ഓപ്ഷൻ ഉള്ളത് 999 വിളിക്കാം. എന്നിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ ചോദിക്കും എന്താ ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സായിദ് വരും. സായിദ് എന്ന് പറഞ്ഞ ഓഫീസർ മാത്രമേ വരുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ, ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ ആംബുലൻസ് കൂടെ വരും. അപ്പോൾ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് റോഡിൻ്റെ മുകളിൽ തന്നെ വണ്ടി അവിടെ നിർത്തും. നിങ്ങൾ അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഫോട്ടോ എടുക്കുക, ആ സിറ്റുവേഷൻ്റെ ഫോട്ടോ വേഗം എടുക്കണം. ഫോട്ടോ എടുക്കുക, എന്നിട്ട് വണ്ടി വേഗം സൈഡാക്കണം. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത്. അതിൽ ഒരു ഓപ്ഷനാണ് 999 വിളിക്കുക എന്നുള്ളത്. അപ്പോൾ അവർ ചോദിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അതേപോലെ നമ്മൾ എവിടെ വണ്ടി പാർക്ക് ചെയ്ത വണ്ടി സൈഡാക്കാൻ അവർ പറയും. ഓൾറെഡി സൈഡ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈ സായദിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, സായദ് അപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിലിപ്പോൾ നിങ്ങളൊരു വണ്ടിയുടെ ബാക്കിൽ ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, അത് നിങ്ങളെ ഫാൾട്ടാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടും അത്. ഇനി ബ്രേക്ക് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വണ്ടിയുടെ ബാക്കിൽ ഇടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഫാൾട്ടാണ്. അവിടെ നിങ്ങൾ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വണ്ടിയുടെ ഫോട്ടോസ്, അതേപോലെ മുൽക്കിയ ഡീറ്റെയിൽസ്, അതേപോലെ അവരെ വണ്ടിയുടെ മുൽക്കിയ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ വണ്ടി പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. ഇനി മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്നും ചെയ്യരുത്, അവിടെ തന്നെ വെക്കുക, പോലീസിനെ വിളിക്കാം, അവർ പെട്ടെന്ന് വരും. എന്നിട്ട് ഇപ്പം അപകടങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വണ്ടി സൈഡാക്കണം. സൈഡാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഈ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.